ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണിത്. വേറൊന്നുമല്ല, ഞാൻ ഇന്നൊരു മെമ്പർഷിപ്പ് അവരാതോ എന്ന് പറഞ്ഞുകൊണ്ട് അതുലിൻ്റെ ഭാഗത്തു നിന്നൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇവിടെ അതുൽ ഈ വന്നിരുന്ന് ഭയങ്കര സദാചാര മാമം കളിക്കുന്നുണ്ടല്ലോ. എൻ്റെ ഒരു ന്യായമായ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. അത് വേറൊന്നുമല്ല, ഈ അതിൽ എന്തോ ഇതിന് അവിടെ പോയെന്ന് പറഞ്ഞ് ഈ രാത്രിയിൽ 10-12 മണി കഴിഞ്ഞിട്ടാണ് ഈ ആൾക്കാരുടെയൊക്കെ ലൈവും മറ്റുമൊക്കെ നടക്കുന്നുണ്ട്. ഈ സമയത്ത് അതിൽ ആരുടെ ലൈവ് കാണാനാണ് പോയത്? അപ്പം ഈ പറയുന്നതിൽ അല്ലെങ്കിൽ നീ പ്രേക്ഷകരോട് പറയുന്നതിൽ എന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടോ? എൻ്റെ ന്യായമായ ചോദ്യമാണ്. കാരണം ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ വെക്കാം, കുറച്ച് സ്ക്രീൻഷോട്ട് വെക്കാം. ഇത് അതുലിൻ്റെ ടോപ്പ് വ്യൂവേഴ്സ് ഉള്ള ഇതാണ് സംഭവം. ഇത് കോണ്ടന്റ് ആണ്. നീ കഞ്ഞി കുടിക്കുന്നുണ്ട്, അവരും കഞ്ഞി കുടിക്കുന്നുണ്ട്. പിന്നെ എന്താ വലിക്കാനാണ് ഈ സദാചാരം പറയുന്നത്? ഇവരൊക്കെ ഉണ്ടായോണ്ടല്ലേ നീയും കഞ്ഞി കുടിക്കുന്നത്? ഭയങ്കര മോശമുള്ള ഒരു പ്രവണതയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അവരെ വെച്ച് കഞ്ഞി കുടിക്കുകയും വേണം, അവരെ കുറ്റം പറയുകയും വേണം അല്ലേ? ഞാൻ സീരിയസ് ആയിട്ടും പറയുവാണ്, ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടായോണ്ട് ഈ പറയുമാതിരി സെക്ഷൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന ഇതുള്ള ഒരു സമൂഹം നമ്മുടെ നാട്ടിലുണ്ട്. അതിന് ഒരു പരിധി വരെ മറ്റുള്ളവരുടെ കമൻറ്റ് ബോക്സിൽ ഈ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇതേ കണക്കുള്ള ആൾക്കാർ നല്ലത് തന്നെയാണ്. കാര്യം പാതിരാത്രി ആകുമ്പോൾ ഇവിടെ കുറേ പകൽമാന്യന്മാർ ജീവിക്കുന്നുണ്ട്, ഇവരിതെല്ലാം കാണുന്നുണ്ട്. അപ്പം അവിടെ അതിൽ മാത്രം നല്ലവനാവുന്നു. അതിൽ ഇത് പോയിരുന്ന് കണ്ട് ആ വീഡിയോ എടുത്ത് അതിൻ്റെ പ്രശസ്ത ഭാഗങ്ങളെടുത്ത് അതിലിരുന്ന് കണ്ട് ഇതൊക്കെ ചെയ്തിട്ടല്ലേ. അല്ലാതെ അതിലിന് ഇതാരും അയച്ചു തന്നൊന്നും അല്ലല്ലോ. അതിലിന് ഇത് കണ്ടൻറ്റാണ്. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്? മാക്സിമം ആൾക്കാരുടെ മുമ്പിൽ ജെന്യൂനായിട്ട് നിൽക്കുക. അതിൽ പല കാര്യങ്ങളിലും ഈ ഇരട്ടത്താപ്പ് കാണിച്ചിട്ടുണ്ട്. എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തു, കേവല ഭൂരിപക്ഷത്തിൻ്റെ പിന്തുണയോടെയാണ് ചെയ്തത്. അന്ന് ഈ പറയുമാതിരി ഞാനേതോ വോയിസ് കച്ചവടത്തിന് അറസ്റ്റായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ യാഥാർത്ഥ്യം എന്തായിരുന്നെന്ന് പിന്നീട് നിനക്ക് മനസ്സിലായതാണ്. എന്നെ സ്ഥിരമായി കുറേ ചാനലുകൾ തെറി പറഞ്ഞപ്പോൾ ആ തെറി പറഞ്ഞ ചാനലുകൾ ഒരാളുടെ ഫാമിലിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് തെറി പറഞ്ഞത്. അപ്പോൾ അതിലെ ഫാമിലിയിലെ ഒരംഗത്തെ, ഒരമ്മയെ ഞാൻ വിളിച്ചതൊരിക്കലും ന്യായീകരിക്കുന്നില്ല, തെറി വിളിച്ചു എന്നുള്ളൊരു കുറ്റമാണ് എനിക്കെതിരെ വന്ന അലിഗേഷൻ. അതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ആരെയായാലും ഒരു സ്ത്രീയെ തെറി പറയുന്നത് മോശമാണ് എന്ന് കരുതി എൻ്റെ അമ്മയെ തെറി പറയുമ്പോൾ ഞാൻ കേട്ടോണ്ടിരിക്കണമെന്ന് പറയുന്നതിൽ ഒരു ലോജിക്കില്ല. എനിക്ക് അന്ന് അങ്ങനെയാണ് തോന്നിയത്. ഇപ്പോൾ ഞാൻ പിന്നെയും ഈ കാര്യത്തിൽ ക്ഷമിക്കാൻ പഠിച്ചു. നമ്മൾ യൂട്യൂബാണ്, പല കാര്യങ്ങളിലും നമ്മൾ വരുമ്പോൾ നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന രീതിയിലല്ല നമ്മൾ പറയുന്ന പല കാര്യങ്ങളും ഇൻഫ്ലുവൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിലിത് യാഥാർത്ഥ്യം പറഞ്ഞിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടില്ല, ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഇരട്ടത്താപ്പ് നയം അത് നല്ലതല്ല. എനിക്കറിയാവുന്ന അതുലിനെ പറ്റി ഞാൻ പറയാം. അതിൽ ഭയങ്കര എത്തിക്സൊക്കെ നോക്കുന്ന ഒരാളാണ്. ഈ പറയുമാതിരി അവൻ്റേതായ ഒരു എന്താ പറയുന്നത്, എല്ലാ കാര്യത്തിലും അവൻ്റേതായ ഒരു ന്യായീകരണമുണ്ട്. പക്ഷേ ഇതൊക്കെ പണത്തിന് വേണ്ടി ചെയ്യുന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്തിനാണ് ചുമ്മാതെ പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കുന്നത്? ഇതൊരു കോണ്ടൻ്റാണ്. ഇപ്പം ജിനൂസ് പ്രോയൊക്കെ ചെയ്യുന്നുണ്ട്. ആ പുള്ളി പറയുന്ന എന്ത് ഹാസ്യരൂപയാണ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. പുള്ളിക്കത് കോണ്ടൻ്റാണ്, അല്ലാതെ അവരെ എതിർക്കുക എന്നുള്ളൊരു കാര്യമൊന്നുമല്ല. സമൂഹത്തിൽ ഇത് നല്ല മെസ്സേജ് തരുമോ മോശം മെസ്സേജ് തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം 80+ ആണ്. 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കാണാനുള്ളതാണ്. പിന്നെ അതിലിൻ്റെ വീഡിയോസിൽ അതിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന പാൽപ്പായസം എന്ന് പറയുന്ന 80+ മൂവിയെ പറ്റിയാണ്. അത് ഒരു സൈറ്റിൽ പോയാൽ മാത്രം കിട്ടുന്ന സാധനം. അതിനെ വെച്ചാണ് ഈ പറയുമ്പോൾ റിയാക്ട് ചെയ്ത് പണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്ത് സദാചാര മൂല്യമാണ് അതിലിത് കാണുന്നില്ലേ? അതിലും നല്ല 99.99% ആൺകുട്ടികൾ ഇതൊക്കെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ആഴ്ചയിലെ കണ്ട് കാണത്തില്ല, എങ്കിൽ കഴിഞ്ഞ ആഴ്ചയിലെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കാണുന്നുണ്ട്, പെൺകുട്ടികളും കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത് ഒരു ഗുണമില്ലാതെ ഈ സാധനമൊന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് അതിലൊരിക്കലും പറയരുത്. അപ്പോൾ ഇതേപോലുള്ള ഇരട്ടത്താപ്പുകൾ എൻ്റെ ഭാഗത്തുനിന്ന് ആരും പ്രതീക്ഷിച്ച് കാണത്തില്ല. ഇതും കൂടെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിലെ ബൈ. അപ്പം ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്.
പിന്നെ അതുലിനെതിരെ ഞാൻ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അവനുമായിട്ട് എന്തെങ്കിലും വലിയ മാരമായിട്ട് പ്രശ്നമൊന്നുമല്ല. ഞാൻ പറയുന്നത് ഇതേ കണക്കുള്ള ഇരട്ടത്താപ്പുകൾ ഞാൻ എന്നും അവനോട് നേരിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ന്യായങ്ങൾ കാണിക്കാതിരിക്കുക. ഇത് നിറയെ പരിപാടിയാണ്. നമ്മൾ പറയുവാണെങ്കിൽ ഇത് നമ്മുടെ കോണ്ടൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി കുടിക്കുക. എന്തിനാണ് ഈ പ്രൈമറി ഫേക്കായിട്ട് നിൽക്കുന്നത്? ഒറിജിനലായിട്ട് ഇന്ന് കഞ്ഞി കുടിക്കുക. ഇതിടുമ്പോൾ എനിക്ക് പൈസ കിട്ടും, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. അല്ലാതെ എനിക്ക് നാട്ടുകാരെ മാത്രം സേവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഞാനും ചെയ്യുന്നില്ല, നിങ്ങളും ചെയ്യുന്നില്ല, ഇവിടെ ആരും ചെയ്യുന്നില്ല. എന്തിനാണ് ഈ ഇരട്ടത്താപ്പ്? നിങ്ങൾ പൊതുജനത്തിനോട് ഞാൻ പറയുവാണ്, ഇവരൊക്കെ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറയുന്നു. ഒരു രീതിയിലും നിങ്ങൾക്ക് ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആൾക്കാരല്ല. ഇവർ ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ വീഡിയോ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനും ഇതേ കണക്കുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് വലിയ പ്രൊമോഷനൊന്നും കിട്ടത്തില്ല. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.